കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ പലതരം തട്ടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉപ്പും മുളകും തട്ടുകടയ്ക്കും ഈ തട്ടുടെ മുതലാളിയായ നവാസ്കിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണല്ലേ? വാ പറഞ്ഞുതരാം. എനിക്കും നിനക്കും ഭക്ഷണം തരുന്നത് സൃഷ്ടാവാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ നീയോ നിന്റെ കുടുംബമോ പട്ടിണി കിടക്കാൻ പാടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം പ്രണയമോ പണമോ സ്നേഹമോ അല്ല, വിശപ്പാണ്. ചെറുപ്പം മുതലേ വിശപ്പിൻ്റെ വിലയറിഞ്ഞ് വളർന്നതാണ് നവാസ്ക. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഭക്ഷണം കൊടുക്കുക എന്നാണ് മൂപ്പരെ ഏറ്റവും വലിയ ഒരു ഹോബി. കഴിഞ്ഞ 2.5 വർഷമായി തന്നെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണിക്ക് നവാസ്കിയും കുടുംബവും എത്തും. അതായത് 400 മുതൽ 450 പേർക്ക് വരെയുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിട്ടാണ് ആ കുടുംബം എത്താറ്. ജീവിച്ചിരിക്കുന്നത് നന്നായിട്ട് നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊരു അറിവ് ലോകം ഭരിക്കുന്നില്ല, ജീവിത അനുഭവം എന്നാണ് ഇവിടെ എത്തിച്ചത്. എൻ്റെ ഉമ്മയാണ് സഹായിക്കുന്നത്, പാചകം ചെയ്തു തരുന്നത്, അത് നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവരും ജനങ്ങളുടെ സപ്പോർട്ട്, ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വന്നാൽ മതി, വേറെ ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ട. പിന്നെ അടുത്ത് ഞങ്ങളൊരു പരിപാടി ഈ മാസം കിറ്റ് കൊടുക്കും പാവപ്പെട്ടവർക്ക്. എങ്ങനെ കിറ്റ്? മാസം എല്ലാ മാസം കൊടുക്കും. അരി, വെളിച്ചെണ്ണ, പിന്നെ സവാള, ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ട്. ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. എത്ര പേർക്ക്? ഇപ്പോൾ 40 പേരാണ് ലിസ്റ്റിലുള്ളത്, അതിൽ കൂടുതൽ കൊടുക്കും. എങ്ങനെ ഇത് പരിപാടി ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിന്? ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കിറ്റ് എൻ്റെ ആഗ്രഹം ഒറ്റയ്ക്കാണ്. നമ്മൾ അധ്വാനിക്കുന്നതിൽ ഒരു ഷെയർ അവർക്ക് കൊടുക്കും, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇലക്ഷന് നിൽക്കാൻ പോകണം. അതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഉംറയ്ക്ക് പോകേണ്ട പണം എടുത്തിട്ട് വയനാടിന് വേണ്ടി കൊടുത്തു 50,000 രൂപ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്. വാർത്ത കണ്ടിട്ട് 5 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മലപ്പുറത്ത് കൂട്ടിലങ്ങാടി മാനു, പുള്ളി എന്നെ സ്പോൺസർ ചെയ്തു. ഉംറയ്ക്ക് പോയി. കഴിഞ്ഞ ഒക്ടോബറിൽ. ഇനി ഈ വർഷം ഒന്നുകൂടെ പോകണം എനിക്ക്. ആണോ? നവാസ്ക ഇങ്ങോട്ട് മാറിയിട്ട് എത്ര കാലമായി? 1 മാസം കഴിഞ്ഞു. ഇവിടെ ചായയും കടിയും മാത്രം? ചായയും കടി, ഫുഡ് പാചകം ചെയ്യുന്നത്. അടുത്ത മാസം മുതൽ ഫുഡ് ഉണ്ടാവും. ഇതിപ്പോ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മള് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നമ്മള് ക്രൈസ്തവ സ്കൂളിൽ പോകുന്ന വഴിയാണ്. നവാസ്ഖാന്റെ വലത്തെ കൈയും ഇടത്തെ കൈയും എല്ലാം ഈ ഉമ്മയാണ്. ഉമ്മയുടെ സ്പെഷ്യൽ എന്താ ശരിക്കും? ബീഫ് കറി, പുട്ട്, കടലക്കറി, ക്രീം പീസ് കറി എല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നുണ്ടത് കഴിക്കണവര്. നമ്മളെ പ്രധാന തട്ടുകട അവിടെയല്ലേ? അപ്പുറത്ത് ലോക്ക് പോയിന്റ് അടുത്ത്. അപ്പൊ അവിടെ കുക്കിംഗ് ഇല്ല? അവിടെ പൊറോട്ട, ദോശ, ഓംലേറ്റ് അടിക്കും, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും. അവിടെ 23 വർഷമായി തുടങ്ങിയിട്ട്. 20 വർഷമായി. വൈകുന്നേരം എപ്പോൾ തുറക്കും അവിടെ? ഇപ്പോൾ അവിടെ ചാലുവാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് 5:30 ആകുമ്പോൾ കൊണ്ടുപോയി 6:30 ആകുമ്പോൾ സെറ്റ് ആവും. മുട്ട റോസ്റ്റ്, ചിക്കൻ ചില്ലി, ചിക്കൻ പെരട്ട്, ബീഫ് കറി, അതുപോലെ ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെ 5-6 ഐറ്റങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി കാര്യങ്ങളെല്ലാം. വൈകുന്നേരം 6:30 മണിയാകുമ്പോൾ ഏകദേശം സ്റ്റാർട്ടാവും. രാത്രി 10-11 മണിയൊക്കെ ഏകദേശം ഉണ്ടാവും. അതായത് നമ്മളെ കെസ്റ്റൺ റോഡ്, ലോക്ക് പോയിന്റ് തൊട്ടടുത്ത കെസ്റ്റൺ റോഡിലാണ് തട്ടുകട വരുന്നത്. നൈസ്. അതായത് ഉമ്മ ഉണ്ടാക്കും, നമ്മൾ കണ്ടല്ലോ, ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ വീട്ടിൽ ടച്ച് ഉണ്ട് നല്ല ഭക്ഷണത്തിന്. അതുകൊണ്ട് തിരക്കും. കാരണം 23 വർഷമായിട്ട് തട്ടുകട നടത്തുക പറയുമ്പോൾ ചില്ലറ കാലമല്ലല്ലോ. എന്തായാലും ഈ ഭാഗത്ത് ട്രിവാൻഡ്രത്തെ കാര്യം വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഇവിടെ വരണം. നവാസ്കയായിട്ട് വന്ന് നല്ല ബീഫോ പുട്ടോ എന്തിനെ കഴിച്ചിട്ട് പോവാം. അത് നവാസ്കയ്ക്ക് സഹായമാണ്, അതോടൊപ്പം തന്നെ നാട്ടിലെ കുറേ പാവപ്പെട്ടവർക്ക് സഹായമാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തക്കനം വിട്ടേക്കട്ടെ. വീണ്ടും സന്ധിക്ക് വരെ. വണക്കം. ബൈ.